സ്നേഹപ്പെട്ട എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ലൂക്കോസ് 10:27 വാക്യം. ലൂക്കോസ് 10 അടിയടിക്കുകയും കൊള്ളയടിക്കപ്പെടുകയും മരിക്കാനായി ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ഒരു യാത്രക്കാരൻ്റെ കഥ യേശു പറയുന്നു. ഒരു പുരോഹിതനും ഒരു ലേവിനും ആ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ അവഗണിച്ചുകൊണ്ട് കടന്നുപോയി. എന്നാൽ ഒരു ശമര്യക്കാരൻ നിന്ദിക്കപ്പെട്ട സമൂഹത്തിനംഗം അവരെ പരിഹരിക്കുകയും അവൻ്റെ ആവശ്യങ്ങൾക്കുള്ള പണം നൽകുകയും ചെയ്തു. ലൂക്കോസ് 10:31-35 കഥയിൽ യഥാർത്ഥ അയൽക്കാരൻ ആ ശമര്യക്കാരനെ കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് യേശു തൻ്റെ ശ്രോതാക്കളെയും അതുതന്നെ ചെയ്യുവാൻ പ്രോത്സാഹിപ്പിച്ചു. അയൽപ്പക്കക്കാരൻ്റെ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാനാകും? നിങ്ങളുടെ ചുറ്റും ആവശ്യത്തിലിരിക്കുന്നവർക്കായി നിങ്ങൾ എന്ത് ചെയ്യുവാൻ കഴിയും? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, എന്നെ പുതിയതാക്കി നന്ദി. അങ്ങയാൽ രൂപാന്തരപ്പെടുത്താനായി അങ്ങയുടെ കരുതൽ അത്യന്തം ആവശ്യമുള്ളവർക്ക് ഞാൻ ഒരു അയൽക്കാരനായിരിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാണ് ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.